അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോയില് ഒരു രസം എന്താന്ന് വെച്ചാല് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ഷബാനന്റെ വീഡിയോ. അപ്പൊ ഷബാനന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് വന്നു, മോണിറ്റൈസേഷൻ ആവണമെന്ന് പറഞ്ഞു. അപ്പൊ മോണിറ്റൈസേഷന്റെ കാര്യം നമുക്ക് പിന്നെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന ഒരാളെയാണ് ഇന്ന് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത്. പിന്നെ നസീമ എന്നാണ് പേര്. അപ്പൊ ആള് എന്താണ്, എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറയും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് മൂപ്പര് വന്നിട്ട് ഒരു 20 ദിവസം എടുത്തുള്ളൂ. നമ്മുടെ ഷബാന എടുത്തത് 1 മാസമാണെങ്കിൽ മൂപ്പര് 20 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയി. പക്ഷെ മോണിറ്റൈസേഷൻ അല്ല നമ്മുടെ ലക്ഷ്യം. അപ്പൊ അതിലേക്ക് വരാം. അപ്പൊ ആദ്യം പിന്നെ നസീമ പരിചയപ്പെടുത്തുക, എവിടെയാണ് സ്ഥലം, എന്താണ് എന്നുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാം. എന്റെ പേര് നസീമ ഷാഫി എന്നാണ്. ഞാനൊരു ലൈഫ് കോച്ചാണ്. മലപ്പുറത്താണ് എന്റെ വീട്. ഞാൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ലൈഫ് കോച്ചിങ് ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പൊ നസീമാനെ പരിചയപ്പെട്ടു. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ മോണിറ്റൈസേഷൻ ആയി അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഇത്രമാസം കൊണ്ട് നേടി എന്നതിന് പകരം വേറൊരു കാര്യം കൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് മുതൽ എന്നോട് ഇങ്ങനെ നസീമ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ ഇത്ര ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആവും, ഞാനത് നേടിയെടുക്കും. അപ്പൊ എന്നോട് പറഞ്ഞു ഹാഫ് മോണിറ്റൈസേഷൻ ആയി, ഞാൻ എന്തായാലും അത് ഫുള്ള് നേടിയെടുക്കും എന്ന്. അപ്പൊ അതിന്റെ പിന്നിലുള്ള ചില സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ എന്താ പറയുക, എന്നാ പിന്നെ നമ്മുടെ ഓഡിയൻസിനും കൂടി അതൊന്ന് ഷെയർ ചെയ്താൽ ചില ആൾക്കാർക്ക് ഒരു മനസ്സിൽ മോണിറ്റൈസേഷൻ അതായത് ആവൂലെന്നുണ്ടാവും, പുറത്ത് അല്ല മനസ്സിലുണ്ടാവുന്നറിയാം ഞാനൊന്നും ഒരു കാലത്തും മോണിറ്റൈസേഷൻ ആവൂല, എന്നാൽ പുറത്ത് പറയാൻ എനിക്ക് ആവണം ആവണം എന്ന് പറയും. അപ്പൊ അത് രണ്ടും തമ്മിൽ അലൈൻ ആവൂല, അലൈൻ ആവാത്ത സമയത്ത് നടക്കൂല. അപ്പൊ പറ, എന്താണ് ആ സീക്രട്ട്? അതായത് എന്റെ മനസ്സിൽ എനിക്ക് വിജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളുടെ പലരും തളർത്തി താഴെ പടുകുഴിയിലാക്കി അതിൽ നിന്ന് കരകയറി വന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും രക്ഷപ്പെടില്ല, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പൊ എനിക്ക് അവരുടെ മുമ്പിലൊക്കെ വിജയിച്ച് കാണിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മൈൻഡ് പവറിൽ അറിയാലോ, ലൈഫ് കോച്ചിങ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതുപോലെ തന്നെ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് മോണിറ്റൈസേഷൻ നേടിയെടുത്തത്. അതെനിക്ക് സത്യസന്ധമായിട്ട് പറയാം. ഞാൻ സാറിന് തന്നെ ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തായാലും ഞാൻ സക്സസ് ആവും, എനിക്ക് വിജയിച്ചേ പറ്റൂ. ഞാനായിരിക്കും, അതായത് ഷബാനയുടെ ആ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം അന്നൊന്നും ഞാൻ സാറിന്റെ ഗ്രൂപ്പിൽ എത്തിയിട്ടില്ല. ഞാൻ ഡിസംബർ 4-നാണ് സാറിന്റെ ഗ്രൂപ്പിൽ എത്തുന്നത്. ഡിസംബർ 4-ന് എത്തി സാറിന്റെ വീഡിയോസ് കണ്ടു. ആ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോക്ക് ഇപ്പം ഏകദേശം 62,000 വ്യൂസ് ഇപ്പോഴും അത് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുന്നേ ഈ 62,000 വ്യൂസ് വരുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും ഇതുപോലെ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു? ഈ ഒരു വ്യൂസ് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ടൈം ആണ്. അതിന് സാറിന്റെ ആ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മളെ എങ്ങനെ യൂട്യൂബിന് കോണ്ടന്റ് ക്രിയേറ്റ് ആക്കണം എന്ന ഒരൊറ്റ വീഡിയോയിലൂടെയാണ് ഞാൻ ആ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ആക്കുകയും അതാണ് ഇപ്പൊ എനിക്ക് 62K ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അപ്പം മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തും നേടിയെടുക്കാം എന്നുള്ളത് എനിക്ക് എന്റെ യൂട്യൂബ് സക്സസിലൂടെ എനിക്ക് തെളിയിക്കാൻ പറ്റി. ഇനി ഇതുപോലെ തന്നെ ഒരുപാട് സക്സസിലോട്ട് എത്താനുണ്ട്. അതെല്ലാം ഞാൻ മൈൻഡ് പവർ ഉപയോഗിച്ചിട്ട് തന്നെ നേടിയെടുക്കും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മൈൻഡ് പവർ പറഞ്ഞല്ലോ, അപ്പൊ എന്താണ് ഈ മൈൻഡ് പവറിൽ ചെയ്തത്? അത് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അതായത് അവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്താണ് എന്തൊരു ചെറിയ സ്റ്റെപ്സ്. ചെറിയൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയതായിട്ട് ഞാൻ ഡെയിലി വിഷ്വലൈസ് ചെയ്യും. ഞാൻ കണ്ണടച്ചിരുന്നിട്ട് അതല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ജോലികളൊക്കെ എടുക്കുമ്പോഴാണെങ്കിൽ എന്റെ യൂട്യൂബ് മോണിറ്റൈസ് ആയതായിട്ട് യൂട്യൂബിന്റെ സ്റ്റുഡിയോ തുറക്കുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു മോണിറ്റൈസേഷൻ എന്നുള്ള ആ ഒരു മെസ്സേജ് കാണുന്നു. ഞാൻ വളരെ സന്തോഷിക്കുന്നു. എന്റെ ഫ്രണ്ട്സിനെയും ബന്ധുക്കളെയൊക്കെ വിളിച്ച് ഞാൻ ഈ സന്തോഷം അറിയിക്കുന്നു. അങ്ങനെ ഒരുപാട്, ഒരു ദിവസം എത്ര തവണ അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തെന്ന് എനിക്ക് പറയാനറിയില്ല. അതോടൊപ്പം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നു, എന്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആയിക്കൊണ്ടിരിക്കുന്നു, അഫർമേഷൻസ് ആയിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും.
അതുകൊണ്ട് തന്നെ ഈ അഫർമേഷൻസ് നമുക്ക് പറയുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കും. പുതിയ പുതിയ വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു നമ്മൾ എന്താ പറയാ ഒരു മെന്റർ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ആഗ്രഹം വെച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ മുതലേ നടക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ വീഡിയോസ് എല്ലാം കണ്ടു. പക്ഷെ സാറിന്റെ വീഡിയോ ഷബാനയുമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ കണ്ട് അതിലൂടെയാണ് ഞാൻ ഇതിലോട്ട് എത്തിയത്. അതായത് എന്റെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു മെന്റർ ലഭിച്ചത് ഈ ഒരു ഇതിലൂടെയാണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പറയുന്ന അഫർമേഷനും വിഷ്വലൈസേഷനുമാണ് സാറിന്റെ അടുത്തേക്ക് എന്നെ എത്തിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഈ ഒരു കാര്യം എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവര് മനസ്സിൽ ചിന്തിക്കുന്നത് ഞാനൊന്ന് ഈ അടുത്ത കാലത്തൊന്നും മോണിറ്റൈസേഷൻ ആവില്ല എന്നും, പക്ഷെ പുറത്ത് പറയാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആവണം. ഇത് രണ്ട് ഡിഫറെന്റ് ആംഗിളിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിഫറെന്റ് വശത്തേക്ക് പോകുന്ന സമയത്ത് ഇതൊരിക്കലും സംഭവിക്കില്ല. അപ്പം നിങ്ങൾ മനസ്സിലും കൂടി ആഗ്രഹിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലെ? അങ്ങനെയല്ലേ ഇത് നേടിയെടുത്തത്? മോണിറ്റൈസേഷൻ ആയത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? മോണിറ്റൈസേഷൻ ആയത് ഫാമിലിയിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ ചാനലിലുള്ള ഒരു വീഡിയോയിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒന്നും എല്ലാവരും കാണുന്നില്ല. ആരടുത്തേലും ചോദിക്കുമ്പോൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ടവര് പോലും നമ്മുടെ യൂട്യൂബിന്റെ വീഡിയോസ് കാണുന്നില്ലേ എന്ന് മനസ്സിലാവുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ തളരരുത് കേട്ടോ. നമ്മൾ വിജയിക്കും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോവാ. തളർത്താൻ ഒരുപാട് പേരുണ്ടാവും. ഇപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല, നീ തന്നെ ഇത് നിർത്തിപ്പോവും എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിലൊന്നും തളർന്നിട്ടില്ല. അവരടുത്ത് ഞാൻ വിജയിക്കും എന്ന് ഞാൻ പറയാൻ പോയിട്ടില്ല. എനിക്ക് വിജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു വാശിയായിരുന്നു ഉണ്ടായിരുന്നത്. ആ വാശി എന്നോട് തന്നെയായിരുന്നു. അപ്പൊ ഞാൻ അവരടുത്ത് തർക്കിക്കാനോ ഒന്നും പോയില്ല. പകരം ഞാൻ എന്റെ സക്സസ് ഞാൻ കാണിച്ചു കൊടുത്തു. അല്ല, അതാണ് നല്ലത്. കാരണം നമ്മൾ തർക്കിക്കാതെ സക്സസിന് കാണിച്ചു കൊടുക്കുക. കാരണം ഇപ്പൊ ഷബാനയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പിൽ വന്നു. അതിനുശേഷം ഇനിയും എനിക്ക് തോന്നുന്നു 3-4 ആൾക്കാർ മോണിറ്റൈസേഷൻ ആയവരുണ്ട്. അവരെയൊക്കെ നമ്മൾ എന്തായാലും ഇതുപോലെ ഇൻവൈറ്റ് ചെയ്യും. കാരണം ആളുകൾക്ക് ഇപ്പൊ ഇത് പലരും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊക്കെ ഇങ്ങനെ ഇല്ലാത്ത കഥ ഉണ്ടാക്കരുത്. കാരണം ഇപ്പൊ നമുക്ക് ഫേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരാൾ നമ്മളെ കോണ്ടാക്ടിൽ ഒരാൾ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഓരോ ആളുകളും വന്നിട്ടാവുന്നതാണ്. പക്ഷെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി തരുമോ? അപ്പൊ അങ്ങനെ ഒരു പരിപാടി എനിക്ക് ചെയ്യാൻ അറിയില്ല. കാരണം എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്നത് എന്തൊക്കെ ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നൊക്കെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ ആളുകൾ മോണിറ്റൈസേഷൻ ആവുന്നത്. അല്ലാണ്ട് എന്റെ ഒരു പ്രത്യേക കഴിവുകൾ കൊണ്ടൊന്നുമില്ല ആരും മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പൊ ഇതില് പിന്നെ ചാനലിൽ ഇപ്പം റീസെന്റ് ആയിട്ട് എത്ര വ്യൂസ്? 65,000 ശേഷം മറ്റു വീഡിയോസിന് എങ്ങനെയാണ് വ്യൂസ് വന്നിട്ടുള്ളത്? വരുന്നുണ്ടോ? വ്യൂസ് പിന്നെ ഇപ്പം വ്യൂസ് നന്നായിട്ട് വരുന്നുണ്ട്. വീഡിയോസ് ഇപ്പൊ സാറിന്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ നന്നായിട്ട് തന്നെ യൂട്യൂബിൽ ഒരു ഫോക്കസ് കൊടുത്തിട്ട് സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യൂസ് ഉണ്ട്. പിന്നെ ആളുകൾക്ക് ചില ടോപ്പിക്കുകൾ ആളുകൾക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. മീൻസ് അവർക്ക് ആഗ്രഹിക്കാത്ത ടോപ്പിക്കൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ടോപ്പിക് വരുന്ന സമയത്ത് അത്രയും വ്യൂസ് ഉണ്ടാവില്ല. അതിപ്പോ സ്വാഭാവികമാണ്. കാരണം ഇപ്പൊ എന്റെ വീഡിയോയിൽ തന്നെ എല്ലാത്തിനും വ്യൂസ് ഒന്നും വരുന്നില്ല. ചിലതിന് ഭയങ്കര ലോ ആയിരിക്കും, ചിലതിന് നല്ല വ്യൂസ് ഉണ്ടാവും. അതിങ്ങനെ മാറി മാറി വരും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുകള് പിന്നെ പഴയ രീതിയിലുള്ള പണ്ട് എപ്പോഴും യൂട്യൂബിൽ തുടങ്ങിയ കാലത്തുള്ള കുറെ സംഭവങ്ങളുണ്ട്. അതും വെച്ചിട്ടാണ് ഇപ്പോഴും വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലരും റീച്ച് ആവുന്നത്. അപ്പൊ അതിന്റെ മാറ്റങ്ങൾ എന്തായിരുന്നു? പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ മൈൻഡിന്റെ പറഞ്ഞു, അതിനുശേഷം വേറെന്ത് മാറ്റാണ് വരുത്തിയത് നമ്മള്? പ്രധാനമായിട്ടും ഞാൻ മാറ്റങ്ങൾ വരുത്തിയത് തമ്പനയിലാണ് മാറ്റം വരുത്തിയത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മള് ഡെയിലി വീഡിയോസ് ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഡെയിലി ഷോർട്ട് ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡെയിലി ഷോർട്ട് ഇടുന്ന ഒരു രീതിയിലൂടെ പോയ സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും, പക്ഷെ വ്യൂസ് വളരെയധികം കുറവായിരിക്കും. വളരെ കുറവെന്ന് പറഞ്ഞാൽ 1-2 പേര് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറഞ്ഞു, വീഡിയോസ് ഒന്നും ഞങ്ങൾ കാണലില്ല കേട്ടോ, ഞങ്ങൾ ഷോർട്സ് മാത്രമേ കാണലുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഷോർട്ട് നമുക്ക് നിർത്തിക്കൂടാ. പിന്നെ സാറിന്റെ ചാനലിൽ ഞാൻ കയറി തുടങ്ങിയത് ഒരു നവംബർ ഒരു പകുതിക്ക് ശേഷമാണ്. സാറിന്റെ അതും യാദൃശ്ചികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ കണ്ടത് ഷബാനയുടെ. അങ്ങനെയാണ് ഞാൻ അതിലുള്ള ഓരോ കാര്യങ്ങൾ നോക്കി മാറ്റങ്ങൾ വരുത്തി. കുറേശ്ശെ മാറ്റങ്ങൾ അന്ന് തന്നെ വരുത്താൻ. അല്ലെ, ഷബാന ഇതേ കാര്യം അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ ഷോർട്സ് നിർത്തിയപ്പോഴാണ് റീച്ച് കൂടിയത്. അപ്പൊ ഇതില് പ്രശ്നം എന്താ വെച്ചാ
ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് ഞാൻ ഈ ഷോർട്സിനെതിരാണ്, അല്ലെങ്കിൽ ഷോർട്സ് ചെയ്യണ്ട പറയുന്ന ആളാണ്. അപ്പൊ ആക്ച്വലി അങ്ങനെയല്ല. ഷോർട്സ് ചെയ്യണം, പക്ഷെ ഷോർട്സ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രൂപമുണ്ട്, അത് അതിൻ്റെതായ രീതിയിൽ വേണം ചെയ്യുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിപ്പോ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ തമ്പനയിൽ മാറ്റി, നമ്മുടെ ഹൂക്ക് മാറ്റി, ഇങ്ങനെ കാര്യങ്ങൾ മാറ്റി, അപ്പോഴാണല്ലോ ഇത് കേറുന്നത്. കാരണം തമ്പനയിൽ ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒറ്റ തമ്പനയിൽ മാറ്റിയിട്ട് ഒരു വീഡിയോ 60K വന്നു, അല്ലെങ്കിൽ 1 lakh വന്ന ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പുണ്ട്. വേറെ ഒന്നുമില്ല, തമ്പനയിൽ മാറ്റം വരുത്തി. എന്താണ് ഇത്ര മാറ്റം വരുത്താനുള്ള തമ്പനയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ എഴുതുന്നു, ഏത് രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ല, അങ്ങനെയല്ലേ നമ്മള് പിന്നെ ചെയ്തത്? അതെ 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 നമ്മൾ തമ്പനയിൽ വേറെ മറ്റു പല ആപ്പുകളും യൂസ് ചെയ്തിട്ട് തമ്പനയിൽ റീച്ച് ആവാതിരുന്നത് നമ്മുടെ സാറ് പറഞ്ഞു തന്ന ആ ഒരു ആപ്പിലൂടെയാണ് റീച്ച് ആയി പോയത്. നമുക്കതിൽ ഒരുപാട് ഫോണ്ടുകൾ ഉണ്ട്. അപ്പൊ അതുവഴി നമ്മൾക്ക് സാറിന്റെ ആ ഒരു ക്ലാസ്സുകളിലൂടെ തന്നെ എങ്ങനെ ക്രിയേറ്റ് ആക്കാം എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുകയാണ്. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അത് ചേഞ്ചസ് വരുത്തുമ്പോൾ അതിലുള്ള മാറ്റം, വ്യൂവേഴ്സ് കൂടുന്നത്, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. അതെ, അത് പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, കമ്പനിയിൽ ഒരിക്കലും നമ്മൾ ഒരു ആപ്പ് സെൻട്രിക് ആയിട്ട് പഠിക്കരുത്. നമ്മൾ പഠിക്കേണ്ടത് കോൺസെപ്റ്റ് ആണ്. ഇത് എങ്ങനെ ചെയ്യണം, ഫോട്ടോ എവിടെ വെക്കണം, എഴുത്തുകൾ എവിടെ എഴുതണം, അതിന് കളർ എന്ത് കൊടുക്കണം, ഏത് രീതിയിൽ കളർ കൊടുത്താൽ അതിന് പ്രത്യേകം കാണും, ഇതിന് പഠിച്ചു വെക്കുക. കാരണം ആപ്പുകൾ മാറി മാറി വരും. ഓരോ ആപ്പുകൾ ഓരോ കാലഘട്ടത്തിൽ മാറി 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 പുതിയ പുതിയ ആപ്പുകൾ വരും. AI വരും. ഇപ്പം എല്ലാവരും ഇപ്പം ജെമിനിയിലൊക്കെയാണ് തമ്പനയിൽ ചെയ്യുന്നത്. ജെമിനിയിൽ ചെയ്യുമ്പോഴും ഒരു കാര്യം എന്താ വെച്ചാൽ, ജെമിനിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇന്ന രീതിയിൽ ഇന്ന് കളറായിട്ട് എനിക്ക് തരും എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് തരും. അല്ലെങ്കിൽ ജെമിനിനോട് നീ എന്തെങ്കിലും ചെയ്തതെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. അത് ചിലപ്പോൾ പെർഫെക്റ്റ് ആവണമെന്നില്ല. ഇനിയിപ്പോ കളറും എല്ലാം പെർഫെക്റ്റ് ആയാലും എന്ത് എഴുതണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിലും നല്ല ഇമ്പോർട്ടന്റ് ആയ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പുതുതായിട്ട് സക്സസ് മന്ത്ര എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ 100ഓളം ആൾക്കാരുണ്ട്. അതിൽ 50 പേരെങ്കിലും മോണിറ്റൈസേഷൻ ആക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി നടക്കൂല. കാരണം ഞാൻ ഉദ്ദേശിച്ച 100-ലായിരിക്കും. 100 പേരെയാണ് ഉദ്ദേശിച്ചത്, 110 പേരോ മറ്റോ ആയി. അപ്പൊ ഇനിയും അതിൽ ആളുകൾ ഉൾപ്പെടുത്തിയ ഒരു കാര്യങ്ങളും നടപടിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ന്യൂ ഇയർ ആയതുകൊണ്ടും ഈ ഒരു മാസം എനിക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ സക്സസ് വൈബ് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ആഡ് ആക്കാം. അതിൽ ഡിസ്കഷൻസ് മാത്രമാണ് വരുന്നത്. അതിൽ കാര്യമായിട്ട് ഇങ്ങനെ മറ്റു ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചൊരു കാര്യം, പലരുടെയും പ്രശ്നം എന്താ വെച്ചാൽ ചാനൽ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആൾക്കാർ ചാനൽ ചെക്ക് ചെയ്യാൻ തരും. അപ്പൊ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമാണ്, ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ അയച്ചു കൊടുക്കും. അതായത് ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു കൊടുത്തോണ്ട് ഇന്ന പ്രശ്നങ്ങളാണുള്ളത്, ഇതാണ് സംഭവം, കുറച്ച് സെറ്റിങ്സുകൾ ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് കൊടുക്കും. അതിൽ എമൗണ്ട് വാങ്ങിക്കും. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യും? അവിടെ ചോദ്യം ഉണ്ടാവില്ല. കാരണം അവിടെ വീണ്ടും അവർ പൊടിയും കിടക്കണം. കാരണം എനിക്ക് പൈസ തന്നു, ചാനൽ ചെക്ക് ചെയ്തു, പക്ഷെ അവർക്ക് എന്താ ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റും ഇല്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബെനിഫിറ്റ് പറഞ്ഞാൽ അവർക്കത് സ്വന്തം മാറ്റാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എന്റെ വലിയൊരു ആഗ്രഹം ആണിത്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാന്ന് വിചാരിച്ചാണ്. അതായത് ഓഫ്ലൈൻ ആയിട്ട് ഒരു പ്രോഗ്രാം വെക്കുക. ഓഫ്ലൈൻ ആയിട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 10-20 ആൾക്കാർ വരിക, നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുന്നു, ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ പറയുന്നു, അവിടുന്ന് തന്നെ നമ്മളത് ക്ലിയർ ആക്കിയിട്ട് ചെയ്യുന്നു. ഇതാണ്. അപ്പൊ അത് കണ്ണൂരാണ്. നിലവിൽ കണ്ണൂർ മാത്രമേ എനിക്ക് ആക്സസ് ഉള്ളൂ. അപ്പൊ കണ്ണൂര് നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പൊ ആരെങ്കിലും വീഡിയോ കാണുന്നവർ കണ്ണൂർ ഭാഗത്തുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. പെയ്ഡ് ആണ് കേട്ടോ. പിന്നെ കാരണം ഫീസ് ഉണ്ട്. അത് ഒരു ദിവസം ഈ പണിയുണ്ട്, പിന്നെ ഫുഡ് കാര്യങ്ങൾ, ഇങ്ങനെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ കണ്ണൂരല്ലാത്തവർ എന്ത് ചെയ്യും? കണ്ണൂരല്ലാത്തവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, ഇത് എനിക്ക് തോന്നിയത് ഓൺലൈനും കൂടി ആക്കാം. അതായത് ഇപ്പൊ ഒരു 15 ദിവസത്തേക്കുള്ള, ഒരു 20 ഡേയ്സിലേക്കുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് ഒരു പേയ്മെന്റ് വെച്ചിട്ട് തന്നെ. അപ്പൊ അതിലെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 20 ഡേയ്സ് നമ്മൾ ചെറിയൊരു ഡിസ്കഷൻസ്. ഒരുപാട് ആൾക്കാർക്ക് ഒന്നുമില്ല, എനിക്ക് മാക്സിമം 20 ആൾ മതി. അതിൽ കൂടുതൽ എനിക്ക് ഒരു കാരണവശാലും പറ്റൂല. നമ്മൾ പറ്റാത്ത, വെറുതെ പൈസ മാത്രം കണ്ടിട്ട് പറ്റാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കരുത് എന്നുള്ളതാണ് എന്റെ ഒരു ഇത്. അതുകൊണ്ട് എനിക്കൊണ്ട് അത്രയും ആൾക്കാരെ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം നോക്കാം. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്റെ പേയ്മെന്റ് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഇന്നിപ്പോ രാവിലെ പ്ലാൻ ചെയ്താണ്. ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത്,
നമ്മുടെ സക്സസ് മന്ത്രയിൽ ആരും തന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യേണ്ട. നിങ്ങൾക്ക് വേറെ തന്നെ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആരും ടെൻഷൻ ആവണ്ട. അത് സക്സസ് മന്ത്ര ഗ്രൂപ്പിൽ നമ്മൾ വേറെ തന്നെ 6 മാസത്തേക്കുള്ള പരിപാടികളാണ്. അത് അങ്ങനെ തന്നെ പോകും. അതിലും ആരും ടെൻഷൻ ആവണ്ട. ഇത് വേറെയാണ്. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് ഇനി അടുത്ത പ്ലാൻ എന്താണ്? എങ്ങനെ, അതായത് ഞാൻ പറയാം, അപ്പൊ മോണിറ്റൈസേഷൻ ആയതോടുകൂടി ആളുകളെല്ലാം ആയി എന്ന് വിചാരിക്കും. ഇനി എവിടെ എത്തണം, അല്ലെങ്കിൽ എത്രത്തോളം റീച്ച് ആവണം, എന്താണ് പ്ലാൻ? നെക്സ്റ്റ് പ്ലാൻ പറ. പ്ലാനിങ്സ് ഒക്കെ ഒരുപാടുണ്ട്. അതിനുള്ള പ്ലാനിങ്സ് ന്യൂ ഇയറിലോട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് നമ്മുടെ ഒരു ഫാമിലി ആണല്ലോ. അപ്പൊ നമ്മുടെ യൂട്യൂബേഴ്സിനായിട്ട് നമ്മുടെ സാറിന്റെ ഗ്രൂപ്പിലുള്ളവർക്കായിട്ട് പ്രത്യേകമായിട്ട് ഞാനൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. അവരുടെ യൂട്യൂബ് സക്സസിനായിട്ട് ഞാൻ ചെയ്ത കാര്യം, ഞാൻ പറഞ്ഞല്ലോ അഫർമേഷൻസ്, അപ്പൊ ആ അഫർമേഷൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ റെഡി ആക്കുന്നുണ്ട്. ആ വീഡിയോ ഉടനെ വരും. എന്റെ പ്ലാനിങ്സ് എന്ന് പറയുന്നത് എനിക്ക് സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളതാണ് എന്റെ അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ ദിനം പ്രതി അഫർമേഷൻസ് കാര്യങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളെ സക്സസിലോട്ട് ആവശ്യമായിട്ടുള്ള വ്യക്തികള്, സാഹചര്യങ്ങള്, സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ലൈഫിലോട്ട് വരും. എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ സാബിർ സാറിന്റെ അടുത്ത് എത്തിപ്പെട്ടിട്ടുള്ളത്. അല്ല, ഞാൻ ഇതിലൊരു കാര്യം ഇടയട്ടെ. കാരണം എന്റെ ആഗ്രഹം സിൽവർ പ്ലേ ബട്ടണുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അൾട്ടിമേറ്റ് ഗോളായിട്ട് ഒരു ലിങ്ക് ചെയ്തിട്ടില്ല. അതായത് സിൽവർ പ്ലേ ബട്ടൺ നേടിയേ പറ്റൂ എന്നല്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്റെ ചാനലിൽ കണ്ടിട്ട് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്നു, അവർ ഗ്രൂപ്പിൽ വരുന്നു, അവർ മോണിറ്റൈസേഷൻ ആവും, സക്സസ് ആവുന്നു. ഇതാണ് എന്റെ അൾട്ടിമേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഭയങ്കര ആഗ്രഹമുള്ള കാര്യം അതാണ്. എന്തുകൊണ്ടറിയില്ല, അത് കുറെ ഞാൻ മാറ്റാൻ നോക്കി. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോ അതല്ല, എനിക്ക് നേട്ടങ്ങൾ വേണമല്ലോ, സിൽവർ പ്ലേ ബട്ടൺ വേണമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും അലൈനാവും, അതുമായിട്ട് ബന്ധപ്പെട്ട് അലൈനാവുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നടക്കട്ടെ. അപ്പൊ ആക്ച്വലി അത് നടക്കുന്നുണ്ട്. ഞാന് ഗ്രൂപ്പിലേക്ക് ആളുകൾ വരുന്നു. ഞാനങ്ങനെ ഭയങ്കര എഫോർട്ട് ഒന്നും ഇടുന്നില്ല, പക്ഷെ അവര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ചെയ്യുന്നു, മോണിറ്റൈസേഷൻ ആവുന്നു. ഇങ്ങനെ ആൾക്കാർ പോകുന്നു. അത് വെറുതെ ഇങ്ങനെ നമ്മളൊരു ഹൈപ്പിന് വേണ്ടി തള്ളി മറിക്കുന്നല്ല. ഒരുപാട് ആൾക്കാർ ഈ ചാനൽ മോണിറ്റൈസേഷൻ പോകുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് അത് സംഭവിക്കുന്നത് എന്റെ ഭയങ്കരമായ ആഗ്രഹം കൊണ്ടായിരിക്കാം ചിലപ്പോ അതും സംഭവിക്കുന്നത്. കാരണം ഞാൻ അവരെക്കാൾ കൂടുതൽ അവരോട് ചോദിച്ചാൽ അവർക്ക് അത്ര ഒരു ഇതുണ്ടാവില്ല. കാരണം എനിക്കാണ് അവരെക്കാൾ കൂടുതൽ താല്പര്യം തോന്നുന്നത് ഇവര് മോണിറ്റൈസേഷൻ എങ്ങനെയെങ്കിലും ഒന്ന് ആവണം, ആക്കണം എന്നല്ല, എങ്ങനെയെങ്കിലും ഒന്ന് ആവണം എന്ന് എനിക്ക് തോന്നാറുണ്ട് പലരെയും. അപ്പൊ അവരൊക്കെ ആവാറുമുണ്ട്. പിന്നീട് അവര് കുറച്ച് എഫോർട്ട് ഇടുമ്പോൾ അവരാവും. പക്ഷെ പൊതുവെ എനിക്ക് ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ടാസ്കിൽ കുടുങ്ങി കിടക്കരുത്. അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് അല്ല. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ പെരുന്നാൾ പൈസ കിട്ടിയിട്ട് മൊത്തം കൊണ്ടുപോയിട്ട് പേഴ്സ് വാങ്ങിച്ചു, പിന്നെ പേഴ്സിൽ ഇടാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയാവും. കാരണം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാൽ ഇതിലേക്ക് പൈസ വരണം, എന്നാലും നിങ്ങൾക്ക് പേ ഔട്ട് വരുള്ളൂ. $100 ആവണ്ടേ? അപ്പൊ $100 ആവണമെങ്കിൽ ഒരു മാസം ഒരു 1 ലാഖിന്റെ മുകളിൽ 1.5 ലക്ഷം വ്യൂസ് എങ്കിലും ലോങ് വീഡിയോസിന് വരണം. ഷോർട്സിലാണെങ്കിൽ ഒരു 1 മില്യന്റെ അബോവ് ഒക്കെ അടിക്കണം. ഓരോ വീഡിയോക്ക് ഒരു 1 ലാഖ് 2 ലാഖ് ഒക്കെ അടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പൈസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ മറ്റൊരു ഡിപ്രഷനായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം പിന്നെ ഇനിയിപ്പം കുറച്ച് മൈക്കില്ലല്ലോ, ഇപ്പൊ മൈക്ക് ഉപയോഗിക്കണ്ട? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. മൈക്കൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ എന്റെ ഒരു മൊബൈലിലാണ്, വിവോ എന്ന് പറയുന്ന ഒരു മൊബൈലിലാണ് ഇത്രയും കാലം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്, എഡിറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് മൈക്ക് വാങ്ങണം. അങ്ങനെ ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. അല്ല, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഈ സക്സസ് ആവാൻ മൈക്ക് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പറയുന്ന ടോപ്പിക്ക്, നമ്മൾ ചെയ്യുന്ന ടോപ്പിക്ക്, അത് പിന്നെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളായാലും മൈക്ക് ഇല്ലെങ്കിലും ഏറെക്കുറെ ആൾക്കാർ കേട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇതിനായിട്ടുള്ള എക്യുപ്മെന്റ്സ് വാങ്ങാന്നുള്ളതാണ്. കാരണം ഏതൊരു ബിസിനസ് ആയാലും നമ്മൾ ബേസിക്കലി ഇൻവെസ്റ്റ്മെന്റ് അതിൽ വേണം. അപ്പൊ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരു 10-20 രൂപ ചുരുങ്ങിയത് വേണം. യൂട്യൂബ് ഒരു ബിസിനസ് പോലെ തന്നെ കണ്ടാൽ മതി. കാരണം നമ്മുടെ കോണ്ടന്റിനെ നമ്മൾ ബിസിനസ് ആക്കി മാറ്റുന്നു, നമുക്ക് ക്ലാസ്സുകളാക്കി മാറ്റുന്നു, പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം കുറച്ച് നല്ല വീഡിയോസ്, മൈക്ക് ഒരു 1000 രൂപേനുള്ളിലുള്ള മൈക്കുകൾ, സിംഗിൾ മൈക്കുകളൊക്കെ ഉണ്ട്. അത് വാങ്ങിച്ചാൽ എന്ത് ചെയ്യും, ക്വാളിറ്റി ഉണ്ട്, വോയിസ് ക്വാളിറ്റി ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പിന്നെ മൊബൈലിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒറ്റ കാര്യം നോക്കിയാൽ, എത്ര മോശം മൊബൈലാണെങ്കിലും ലൈറ്റിന്റെ ഓപ്പോസിറ്റ് ഇരുന്നാണ്, അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ടാവും. എപ്പോഴെങ്കിലും എല്ലാവരും പറയാനുള്ളത്. ഇപ്പം
ഈ വീഡിയോയിൽ ഇപ്പൊ എന്നെ കാണുന്നത് അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അതെന്തുകൊണ്ടാ വെച്ചാല് പിന്നെ ഞാൻ നേരെ ഓപ്പോസിറ്റ്, അപ്പൊ ഈ ഓപ്പോസിറ്റിനാണ് ലൈറ്റ് വരുന്നത്. അപ്പൊ എന്റെ മുഖത്തടിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യും. പക്ഷെ നേരെ ഉൾട്ട ഇരുന്ന് കഴിഞ്ഞാൽ അത് ഡിമ്മാവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ശ്രദ്ധിച്ചിട്ട് തുടക്കത്തിലുള്ള വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യുക, തമ്പിനൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്യുക. അപ്പൊ കാണുന്ന ആളുകൾക്ക് അത് ഒന്ന് ഓക്കെ, ഇത് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഇതിലുണ്ട് തോന്നണം. അതാണ് നമ്മുടെ സക്സസ് മന്ത്രയിൽ ഇനിയിപ്പോ അങ്ങോട്ടേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ആളുകൾക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളതാണ്. വെറുതെ ഒരാളെ സമയം കൊല്ലരുതല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂ കാണുന്ന ആളുകളെ പോലും വെറുതെ നമ്മൾ കുറെ കഥ പറഞ്ഞു അവരുടെ സമയം കളയുന്നതിനേക്കാളും നല്ലത് അവർക്ക് ആവശ്യമുള്ള, അല്ലെ അവർക്കും സക്സസ് ആവാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാല്, പിന്നെ യൂട്യൂബിന്റെ ഒരു ലോഗോ വരച്ച് ഒരു പേപ്പറിൽ എഴുതിയിട്ട്, പിന്നെ 1K സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ച് അവർ, യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ ചെയ്തു വെച്ചതാണ്. അത് എന്നിട്ട് ഞാൻ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാനത് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് കാണുകയാണ്. എപ്പോഴും നമ്മൾ ഇത് കാണുമ്പോൾ നമ്മൾ അതിലോട്ട് അട്രാക്റ്റഡ് ആവും. പിന്നെ നമ്മൾ അത് വായിച്ചു നോക്കും കൂടെ ചെയ്യുകയാണല്ലോ. അപ്പോൾ ഇത്തരം ടിപ്സുകളൊക്കെ നിങ്ങൾ ചെയ്യുക, തുടക്കത്തിലുള്ള ആളുകളാണെങ്കിൽ. പിന്നെ വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുക. ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ എന്തായി, അത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂല്ലേ, ഇത്ര ഉള്ളൂല്ലേ എന്ന് പറഞ്ഞിട്ട് അത് തളർന്നു പോവരുത്. അപ്പൊ നമ്മളൊരു റീതിങ്കിങ് നമുക്ക് തന്നെ തോന്നും തന്നെയല്ലേ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ള ആളുകൾ, സക്സസ് ആവാത്തവര്, നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആളുകളെ സ്വാഭാവികമായിട്ടും അവര് വന്ന് ഡീമോട്ടിവേറ്റ് ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉള്ള ഒരു വ്യക്തി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്തിനാണ് പിന്നെ ഇങ്ങനെ ചാനലൊക്കെ, ഞാൻ തന്നെ അത് പൂട്ടിപ്പോയതാണ്, എനിക്ക് പിന്നീട് ഇടാൻ പറ്റില്ല, അങ്ങനൊന്നും പറ്റില്ല, സൗണ്ട് ക്ലിയർ ആവണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്ലാരിറ്റി വേണം, നിനക്ക് അതൊന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ എന്നെ തളർത്തി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, അവരോടൊന്നും ഞാൻ പറയാൻ പോയില്ല. പക്ഷെ ഞാൻ ഇപ്പം ഇന്ന് വിജയിച്ച് കാണിച്ചു കൊടുത്തു. അതാണ് നമ്മൾ വേണ്ടത്. അവിടെ വാദിച്ചത് അതെന്താ അറിയോ, ഞാൻ എപ്പോഴും ഈ എവറസ്റ്റിന്റെ ഒരു ഉദാഹരണം പറയാറുണ്ട് ഗ്രൂപ്പിൽ. കാരണം കഴിഞ്ഞപ്പോ ഒരു 1-2 മാസത്തിനിടയിൽ ഈ എവറസ്റ്റിന്റെ കുറേ വീഡിയോ കണ്ടിട്ട് എനിക്ക് മുന്നേയൊക്കെ എവറസ്റ്റ് പറയുമ്പോൾ നമ്മളെ എവറസ്റ്റ്, പക്ഷെ അതിലേക്ക് ഡെപ്ത് ആയിട്ട് ഇറങ്ങിയ സമയത്താണ് എവറസ്റ്റ് എന്താണ്, എവറസ്റ്റിൽ കയറാൻ പോകുന്ന ആളുകളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലായത്. കാരണം ഓരോ ബേസ് പോയിന്റിൽ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും പലരും നമ്മുടെ മുന്നിലൂടെ മരിച്ചു പോകും, അവര് ഫ്രീസ് ആയിട്ട് അവിടെ കിടക്കുക, നമ്മൾ കാണേണ്ടി വരും എന്ന് എല്ലാവരും തന്നെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പൊ എനിക്കും തോന്നി യൂട്യൂബിന്റെ കേസിൽ നമ്മൾ യൂട്യൂബിന്റെ എവറസ്റ്റ് കൊടുമുടി കയറുമ്പോൾ ഒരുപാട് ആളുകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പലരും ഇതുപോലെ വീണ് പോയവരുണ്ട്, മരിച്ചു പോയത് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഫിസിക്കലായിട്ട് മരിക്കുന്നതല്ല, നമ്മുടെ ചാനലൊക്കെ ഡെഡായി പോയവരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷമങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും ഉപേക്ഷിച്ചിട്ട് കരഞ്ഞവരുണ്ട്, ചാനൽ ഡിലീറ്റ് ആയി പോയവരുണ്ട്. ഇതൊക്കെ ഞാൻ ഡെയിലി കാണുന്നതാണ്. അപ്പൊ എന്നോട് പറയും, സാബിർക്ക എനിക്ക് പിന്നെ വീട്ടിൽ ഭയങ്കര സാഹചര്യം മോശമാണ്, എങ്ങനെയെങ്കിലും വരുമാനം കിട്ടിയേ തീരൂ എന്നൊക്കെ പറയും. അപ്പൊ അവരോട് ഞാൻ തിരിച്ചു പറയുന്ന പൊതുവെ പറയുന്ന ഒരു കാര്യം, യൂട്യൂബിന് ആക്ച്വലി നിങ്ങളുടെ ജീവിത സാഹചര്യമോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇതൊന്നും യൂട്യൂബ് നോക്കൂലേ. യൂട്യൂബിനെ സംബന്ധിച്ച് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നിങ്ങൾ എത്ര പാവപ്പെട്ടവനായിക്കോട്ടെ എത്ര പണക്കാരനായിക്കോട്ടെ, യൂട്യൂബിനാവുന്ന ഒരു വിഷയമല്ല. യൂട്യൂബിന് വേണ്ടത് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നിങ്ങളുടെ വീഡിയോക്ക് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു. സെറ്റിങ്സ് പോലെയല്ല, നിങ്ങൾ സെറ്റിങ്സ് നോക്കണ്ട, നിങ്ങൾ ഇത്രമാത്രം നോക്കിയാൽ ജനങ്ങൾ എങ്ങനെ കാണുന്നു, അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾ സക്സസ് ആയാൽ യൂട്യൂബിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് സക്സസ് ആവും. ഒരു വലിയ ഫോട്ടോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പോയിന്റ്സ് ഒന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും വേറെ എന്തിന്റെയൊക്കെയോ പിറകിലാണ്. ഇൻട്രോ ആനിമേഷൻ ഉണ്ടാക്കാൻ പോക്കും, അതുപോലെ എന്തൊക്കെയോ പരിപാടികളാണ്. ഇപ്പൊ സബ് കൂട്ടാൻ, പിന്നെ നമ്മൾ ഒരുമിച്ച് മുന്നേറാൻ കമന്റ് ഇടാൻ പോവാ. എന്റെ ചാനലിലെ താഴെ വന്നിട്ട് ഇതിലും വിടും ഒരുമിച്ച് മുന്നേറാം. നിങ്ങൾ അങ്ങനെ ഒരു ഒരുമിച്ച് മുന്നേറലും ഇവിടെ നടക്കൂല. കാരണം അതിന്റെ ആവശ്യമേ നിങ്ങൾക്ക് വരുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഇടുന്നത്? അതിന് പകരം നിങ്ങൾ കമന്റ് ഇടുന്നത് എന്താണ്, നിങ്ങളുടെ ചാനൽ എന്താണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കമന്റ് ഇടുക. അപ്പൊ ഒരുപാട് ആൾക്കാർ വന്ന് സബ് ചെയ്തോളും. ഇതെല്ലാം ഓരോ ആളുകൾ നമ്മൾ പറഞ്ഞു മടുക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ച് ഇതുപോലെയൊക്കെ ഒരു ആളുമായിട്ട് ഇന്റർവ്യൂ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും പറയുന്നത്, നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ നിങ്ങൾ വരും. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ ഷബാനന്റെ വീഡിയോ കണ്ടിട്ട് നസീമ വന്നു, എന്നിട്ട് ആള് ഇതുപോലെ ചാനലിൽ വന്നു. ഇനിയിപ്പോ അടുത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പം ഇനിയും ആളുകൾ വരട്ടെ, ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് വരണം എന്നാണ് എന്റെ ഒരു താല്പര്യം. എനിക്കിത് ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇനി ഈ വർഷം ഈ 6 മാസം കഴിയുമ്പോഴേക്കും
50 പേരെ മോണിറ്റൈസേഷൻ ആക്കിയിട്ട് ഇതുപോലെ നമ്മളൊരു പ്രോഗ്രാം വെക്കണം എന്നാണ് എന്റെ ഒരു അൾട്ടിമേറ്റ് ആഗ്രഹം. അപ്പൊ എന്ത് പറയുന്നു, നമുക്ക് നടക്കൂലേ? നടക്കും, തീർച്ചയായിട്ടും നടക്കും. സാറിന്റെ ഉള്ളിലുള്ള ആ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നല്ല ഇന്റൻഷൻ ആണ്. അതായത് സാറ് മാത്രം രക്ഷപ്പെട്ടാ പോരാ, മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ഇന്റൻഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇന്റൻഷൻ അധിക പേർക്കും കിട്ടില്ല. പലരും ഇതുപോലെ യൂട്യൂബ് ടിപ്സ് ഒക്കെ പറയുന്നത് അവരുടെ ചാനലിന് വളരണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം മേ ബി. പക്ഷെ സാറിനെ പോലെ ഞാൻ കണ്ടതിൽ, ഞാൻ ഇപ്പൊ ഒരുപാട് ആളുകളുടെ സാറിന്റെ വീഡിയോസ് കാണുന്നതിന് മുമ്പ് ഒരുപാട് ചാനലിൽ ഞാൻ കയറി നോക്കിയിട്ടുണ്ട്. അതിലുള്ള നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തോ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് അതൊന്നും എന്തോ ഒരു ഹാർട്ട് ടച്ച് ആയിട്ട് തോന്നില്ല. പക്ഷെ സാറിന്റെ ആ ഒരൊറ്റ വീഡിയോ കണ്ടാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോ സാറിന്റെ ആ ഒരു ഇന്റൻഷൻ എന്തായാലും നല്ല രീതിയിൽ, ആ ഒരു ഇന്റൻഷനാണ് സാറിനെ ഇത്രത്തോളം അത്രയും ഡൗൺ ടു ഹെർത്ത് ആക്കുന്നത് കേട്ടോ. അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം സാർ എപ്പോഴും ഗ്രൂപ്പിൽ പറയില്ലേ, നിങ്ങൾ വിജയിക്കണം, ഇത്ര ആളുകളുടെ ചാനൽ മോണിറ്റൈസ് ആവണം. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാണ്. അതല്ലാണ്ട് ചാനൽ മോണിറ്റൈസ് ആവാണ്ട് നമ്മളെ വന്ന് ചീത്ത പറയേ അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ മോണിറ്റൈസ് ആക്കാൻ വേണ്ടിയിട്ട് സാറ് കൂടെ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വരുമ്പോൾ നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ ഉണ്ടായാലേ നമുക്ക് മുന്നോട്ടേക്ക് കുതിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഊർജം കിട്ടും. ആ ഒരു അവസ്ഥയാണ്, ആ ഒരു നിലയിലാണ് ഞാൻ സാറിനെ കാണുന്നത്. ഒരുപാട് ആളുകൾക്ക് അവര് വിജയിക്കുന്ന, അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, സക്സസ് ആവണം, വീഡിയോസ് ഇടണം എന്നുള്ളതെല്ലാം. പക്ഷെ അവർക്ക് ഒരു സപ്പോർട്ടായിരിക്കും കിട്ടാത്തത്. ആ ഒരു സപ്പോർട്ട് സാറ് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ എന്താ കാര്യം എന്നറിയോ, ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. IT ഫീൽഡിൽ അറിയാലോ, കോർപ്പറേറ്റ് റൂൾസും അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് IT ഫീൽഡൊക്കെ. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ്. പണം ഉണ്ടാക്കുക എന്നുള്ള പരിപാടികൾ അങ്ങനെ തന്നെ, കുറച്ച് മാറ്റങ്ങളൊക്കെ പോകുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എത്രത്തോളം അധ്വാനിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എത്രത്തോളം പിന്നെ ഈ IT വർക്ക് ചെയ്യുന്നു, സംഭവം എനിക്ക് സാലറി കിട്ടും, എന്റെ വീട്ടുകാർ നന്നാവും, ഞാൻ നന്നാവും. ഓക്കെ. പുറത്തേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് എന്നെ കൊണ്ട് ഇവനെ കൊണ്ടൊക്കെ എന്ത് ആവശ്യം നമ്മുടെ നാട്ടിൽ എന്നുള്ള ചോദ്യം വരും. അതുപോലെ എനിക്ക് തോന്നി, എന്നെ കൊണ്ട് എന്ത് ആവശ്യമാണ്, ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിച്ച് തീർക്കുന്നത് എന്ന് തോന്നിയപ്പോ പിന്നെ വിചാരിച്ച എന്താ അറിയോ, എനിക്കുള്ള അറിവുകൾ വെച്ചിട്ട്, എനിക്കുള്ള നോളജ് എങ്ങനെ ജനങ്ങൾക്ക്, പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും എന്ന് ഒരൊറ്റ കൺസെപ്റ്റിൽ നിന്നാണ് എന്റെ സാഫ് സ്റ്റോക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ ചെയ്യുന്നതാണ്, അതായത് എന്നെ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അറിവുകൾ കൊണ്ട് ഓരോ കുടുംബങ്ങളിലും മാറ്റം വരിക, അല്ലെങ്കിൽ ആ മാറ്റം വരുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചേഞ്ചസ് വരിക, അതിലൂടെ അവർക്കൊരു ആശ്വാസം കിട്ടുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മള് ഷബന പട്ടാമ്പി പിന്നെ ഇപ്പം നമ്മളൊരു ഫംഗ്ഷന് പോയിട്ട്, യൂട്യൂബേഴ്സിന്റെ ഫംഗ്ഷന് പോയി അവാർഡ് കിട്ടി. അവള് വരുന്ന സമയത്ത് ഇതുപോലെ അവാർഡ് കിട്ടുന്ന അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇവര് കമന്റ് ഇട്ടിട്ട് വന്നു, ഞാൻ പറഞ്ഞു നീ പഠിക്കണ്ട, നമ്മൾ എന്തായാലും സെറ്റാക്കി എടുത്തിട്ടേ അടങ്ങുള്ളൂ. അങ്ങനെ മോണിറ്റൈസേഷൻ ആയി. ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് കിട്ടുന്ന സമയത്ത് എല്ലാവരും വന്ന് കണ്ടു. പക്ഷെ അവള് അവതരിപ്പിക്കുന്ന രീതിയും അവള് പറയുന്നതൊക്കെ ജെന്യൂൻ ആയതുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചു. ഇപ്പൊ റീസെന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് പേ ഔട്ട് വന്നു $135 മറ്റോ അങ്ങനെ എത്രയോ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു എമൗണ്ട് വന്നിട്ടുണ്ട്. അവൾ ഇത്രയും ദിവസം ഇട്ട ഒരു എഫേർട്ടിന്റെ ഇതുകൊണ്ടാണ്. അപ്പൊ അതേപോലെ ആളുകൾക്ക് പൈസ വരാനും അവര് പിന്നെ അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്ന കാണുമ്പോഴാണ് ഇപ്പൊ എനിക്ക് സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ അതിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ റിസൾട്ട് ഉണ്ടാവുന്നു എന്ന് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. അപ്പൊ എല്ലാവരോടേക്ക് പറയാനുള്ളത്, മാക്സിമം നിങ്ങൾ പിന്നെ ഞാൻ പല ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇപ്പൊ മെന്ററിങ് ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊരു കോഴ്സായി നടത്തുമ്പോൾ 25,000 30,000 ഒക്കെ വെച്ച ആളുകൾ വരും, ഉറപ്പായിട്ടും വരും, പലരും വരും. പക്ഷെ അതിന് പകരം ഞാൻ ചെയ്യുന്നത് ഇതിന് ഭയങ്കരമായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് 250 രൂപ 150 രൂപ 500 രൂപയൊക്കെ ആക്കിയിട്ട് ക്ലാസ് എടുക്കുന്നതിന്റെ കാര്യം, ആൾക്കാർ പൈസ ഇല്ലാത്തതിന്റെ പേരിൽ മാത്രം ഇതിൽ നിന്ന് വിട്ട് നിൽക്കരുത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ചെറിയ എമൗണ്ട് ആണെങ്കിൽ അത് അടച്ച് വന്ന് ക്ലാസ്സുകൾ പഠിച്ച് അവർക്ക് 500 രൂപ ചെലവാക്കിയിട്ട് 8,000 രൂപ കിട്ടുന്ന പരിപാടിയാണ്. അങ്ങനെയെങ്കിലും അതിന് കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു ചാനൽ ചെക്ക് ചെയ്യുന്നു, അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞെടുക്കാം. ചിലപ്പോ അതുകൊണ്ട് അവർക്ക് സംഭവിക്കുന്നത് ഇപ്പൊ നെക്സ്റ്റ് മന്ത് മോണിറ്റൈസേഷൻ ആവും, അല്ലെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ അവര് സക്സസ് ആവുക. ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അതേപോലെ തിരിച്ചു കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളാണ് പലപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ജനുവരി 1-ലാണ് 2026 ജനുവരി 1-ലാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സക്സസ് മന്ത് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഇനിയും ആൾക്കാരെ ആഡ് ആക്കാൻ പറ്റൂല. അതൊന്നും കൊണ്ടല്ല, എനിക്ക്
ഇനി ആളെ ആഡ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് കൺട്രോൾ ആവും. 100 പേര് 110 പേര് ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ആക്കണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ മറ്റേ സക്സസ് വൈബിലേക്ക് വേണമെങ്കിൽ ആഡ് ആക്കാം, ചെറിയൊരു എമൗണ്ട് വാങ്ങിച്ചിട്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു 20 ഡേയ്സ് നമ്മളൊരു ചെറിയ പരിപാടി ഇതിലേക്ക് ആഡ് ആക്കാൻ പറ്റും. നീ പറയാനുള്ളത് വെച്ചാല് യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തളരരുത്, നിങ്ങൾ ശ്രമിക്കുക, അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുക. ഞാൻ പറയുന്ന പോലെ വിജയിച്ചതായിട്ട് എപ്പോഴും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. തളരരുത്. തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഒരിക്കലും തളർന്നു പോവരുത്. നമ്മുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് കൊടുക്കുക. എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. അപ്പം വിജയിച്ച ആള്, അതായത് ഷബാനയുടെ വീഡിയോ കണ്ട് ഗ്രൂപ്പിലേക്ക് വന്ന് 20 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ ആയ ആള് ഡയറക്റ്റ് വന്നിട്ട് നമ്മളോട് പറയുന്നതാണ്, ഇത് നമ്മളിങ്ങനെ പ്ലാനഡ് ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എനിക്ക് തോന്നുന്നു ഏതൊരാൾക്കും നമ്മുടെ സംസാരം കണ്ടാൽ മനസ്സിലാവും ഇപ്പൊ ജെന്യൂൻ ആയിട്ട് പറയുന്നതാണോ, എല്ലാ പൈസ കൊണ്ടിട്ട് പറയുന്നതാണോ എന്നൊക്കെ. അപ്പൊ നിങ്ങൾക്ക് തോന്നുക ഇതൊക്കെ കേൾക്കുമ്പോൾ ജെന്യൂൻ ആയിട്ട് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സക്സസ് ആവണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്റെ വീഡിയോസ് കാണാം. വീഡിയോസ് കാണുന്നത് ഫ്രീ ആണ്. നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് അത് അപ്ലൈ ചെയ്തോ, അതുപോലെ അപ്ലൈ ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഡൗട്ട്സ് വരുമ്പോൾ ഞാൻ നിങ്ങൾ ഡൗട്ട്സ് വരുമ്പോൾ എന്നെ വിളിച്ചോ, പ്രശ്നമൊന്നുമില്ല, എനിക്ക് മെസ്സേജ് അയച്ചോ. പക്ഷെ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് ചില മെസ്സേജുകൾ വിട്ടു. കോളും അങ്ങനെ തന്നെയാണ്. ഒരുപാട് കോൾ വരുന്ന സമയത്ത് 1-2 കോൾസ് ഒക്കെ എടുക്കാതെയൊക്കെ ആവും. മനഃപൂർവ്വം എടുക്കാതെയൊന്നുമല്ല, അത് ഞാൻ മിസ്സാവുന്നതാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ഇതുപോലെ ഈ പറഞ്ഞ പോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സുകളാക്കിയിട്ട് മറ്റൊക്കെ ജോയിൻ ചെയ്യാം. അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം. അതുപോലെ നസീമയുടെ ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയിട്ട് നോക്കുക. ഇനിയും ഇതുപോലെ കൂടുതൽ മെന്റൽ ട്രിക്സ് ഒക്കെ ആയിട്ട് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് കേട്ടിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക. വെറുതെ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്ലൈ ചെയ്താൽ ഒന്നിക്കില്ല സംഭവിക്കില്ല, ഇങ്ങനെ സംഭവിക്കില്ല. പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പം സലീംകുമാർ പറയുന്ന പോലെ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പൊ അതൊന്ന് ശ്രമിച്ചു നോക്കുക എല്ലാവരും. അപ്പം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം നമ്മൾ ഇങ്ങനെ ഓരോ ആളുകളെയും ഇതിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം നസീം ആദ്യം കൊണ്ട് ഇനി ഒരാൾ കൂടി വരാനുണ്ട്. പക്ഷെ ആള് കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞു, കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വരും. എന്തായാലും അടുത്ത തന്നെ 1-2 പേരുടെ ഇന്റർവ്യൂസും കൂടി ഇതേപോലെ വരും. അപ്പൊ അവരവരുടെ എക്സ്പീരിയൻസ് പറയട്ടെ. അപ്പൊ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അടുത്ത ആൾ ഇന്റർവ്യൂ ആയിട്ടും എന്തായാലും ഉടൻ തന്നെ വരും, ഉറപ്പായിട്ടും വരും. ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ മോട്ടിവേഷൻ ആയിക്കൊണ്ടേയിരിക്കും. താങ്ക്സ്. താങ്ക് യു സർ.